ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ ട്രേഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ടാറ്റ മോട്ടേഴ്സിൻ്റെ മന്ത്ലി ചാർട്ട് എടുക്കാം. ഈ മന്ത്ലി ചാർട്ടിൽ നമ്മളതിൻ്റെ ഹൈ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 1608 ആണ് ഇതിൻ്റെ ഹൈ. പിന്നെ നമ്മളിതിനൊരു ട്രെൻഡ് ലൈനും വരയ്ക്കുകയാണ്. മന്ത്ലി ചാർട്ടിലൊരു ട്രെൻഡ് ലൈൻ. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചു. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ കഴിഞ്ഞ മാസത്തേൻ്റെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഹൈ ബ്രേക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമാണ്. ഇപ്പം നടക്കുന്ന റേറ്റ് 993. നമ്മുടെ ടാർഗറ്റ് ഈ മാസം 1068. അപ്പോൾ നമുക്ക് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏത് ഓപ്ഷൻ എടുക്കണം എന്ന് നോക്കാം. ഇതാണ് ഓപ്ഷൻ ചെയിൻ. ഞാൻ എടുക്കുന്ന ഐ ചാർട്ടിലാണ് ഞാൻ ഓപ്ഷൻ ചെയിൻ എടുക്കുന്നത്. അതിൽ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എടുക്കുക. അപ്പോൾ ലോഗിൻ പറയുന്നുണ്ട്, ലോഗിൻ ചെയ്യുക. ടാറ്റ മോട്ടോഴ്സ് സെലക്ട് ചെയ്തു. നമ്മൾ ഇപ്പോൾ ഫ്യൂച്ചർ കിടക്കുന്നത് 998. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നടക്കുന്നത് 1000-ലാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചും 1000-ലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റും 1000-ലാണ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇത് 1060 നോക്കാം. അത് 7 രൂപയാണ് നടക്കുന്നത് ശരിക്കും. പിന്നെ ഈ 1060 നമ്മളുടെ ഈ മാസത്തെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഈ പറയുന്ന 1000 ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത് 1050-ലാണ്. അപ്പോൾ ഈ 1050 ഒരു ഹർഡിൽസ് ആയിരിക്കും ടാറ്റ മോട്ടോഴ്സിന്. അപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി എടുക്കുമ്പോൾ 1050 എടുക്കുമ്പോൾ നമ്മളിതിൽ 1020 എന്ന് പറയുന്ന ഈ സ്ട്രൈക്ക് 1020 എന്ന് പറയുന്ന ഈ സ്ട്രൈക്ക് നമ്മൾ ഈ പറയുന്ന ഈ സ്ട്രൈക്ക് നമ്മൾ ബൈ ചെയ്യുകയും 1050 സ്ട്രൈക്ക് നമ്മൾ സെല്ല് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ടൈം ഈ തീറ്റ ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഈ തീറ്റ നമ്പർ. 88 പൈസയാണ് ഓരോ ദിവസവും ഇത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് 5-ാം തീയതിയാണ്. ഇന്ന് 5-അല്ല, സോറി, ഇന്ന് 6-ാം തീയതിയാണ്. അപ്പോൾ 6-ാം തീയതി കണക്ക് കൂട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഇനിയൊരു 15 ദിവസവും കൂടി ട്രേഡിംഗ് ഉണ്ട്. ഈ 15 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 രൂപ വരെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 9 രൂപ നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ സെല്ലടിക്കുകയാണ് നമ്മൾ. അതാണ് ഈ 1050. രണ്ടാമത്തെ കാര്യം, ഇതിന് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ്, രണ്ടാമത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതൽ വരുന്നത് 1050-ലാണ്, ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത് ചെയ്യണതിന് എത്ര രൂപ മാർജിൻ വരുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കൈറ്റ് എടുക്കുകയാണ്. ഇവിടെ കൈറ്റിൽ ബാസ്ക്കറ്റ് ഓർഡർ എന്ന് പറയുന്ന GTT അല്ല, GTT പറയുന്ന ബാസ്ക്കറ്റ് ഓർഡർ എടുക്കുന്നു. അവിടെ നമ്മൾ ടെസ്റ്റ് എടുക്കുന്നു. ടെസ്റ്റിൽ പോയിട്ട് ടാറ്റ മോട്ടോഴ്സ് 1020 ഇത് ആദ്യം നമ്മൾ ബൈ ചെയ്യണം. അതായത് നമ്മൾ എന്താണോ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ബൈ ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 8690 രൂപയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ 1020 CE മേടിക്കാൻ ആവശ്യമായി വരുന്നത്. അടുത്തത് നമ്മൾ സെല്ല് ചെയ്യാൻ നോക്കുന്നത് ടാറ്റ
മോട്ടോഴ്സ് 1050 ഈ 8 രൂപ 45 പൈസയാണ് നമ്മൾ ഇത് ബൈ ചെയ്തതിന് ശേഷം സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 27,950 രൂപ, ഫൈനൽ മാർജിൻ 23,352. അപ്പോൾ ഒരു 30,000 രൂപയെങ്കിലും നമ്മൾ മാർജിനായിട്ട് വെക്കണം. ഇത് നമുക്ക് ഇതിനൊന്ന് അനാലിസിസ് ചെയ്യാം, നമുക്ക് എത്ര രൂപ നഷ്ടം വരും, എത്ര വരെ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഒരു അനാലിസിസ് ബട്ടൺ ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ സമ്മറി എടുക്കുക. സമ്മറി എടുത്താൽ മാക്സിമം പ്രോഫിറ്റ് 12,458, മാക്സിമം ലോസ് 4,043, പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 32%. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കേണ്ടത് നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ബജറ്റിന് മുമ്പ് നമുക്ക് എക്സിറ്റ് അടിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബജറ്റ് 23-ാം തീയതി ആയതുകൊണ്ട് ഒരു 16-ാം തീയതി വരെയും വെക്കുകയും 16-ാം തീയതിക്ക് ഇതൊരു 1040 എത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് 4,708 നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. നമുക്ക് എക്സിറ്റ് അടിക്കാം. ഇനി അഥവാ ഇത് 1000-ൽ തന്നെ നടക്കുകയാണെങ്കിൽ, ആ സമയത്ത് 1000-ലാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു 16-ാം തീയതി, അപ്പോൾ നമുക്ക് 633 രൂപ വരെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ നഷ്ടമില്ല. ഇനി ഇത് 960 പോയി എന്ന് വിചാരിക്കുക 16-ാം തീയതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 3,385 രൂപ നഷ്ടം വരും. ഈ സംഭവം തന്നെ നമ്മുടെ ടാർഗറ്റായ 1,060 അടിക്കുകയാണെങ്കിൽ നമുക്ക് 7,419 രൂപ വരെ പ്രോഫിറ്റ് കിട്ടാം. ഇനി ആർക്കെങ്കിലും ഇത് ടാർഗറ്റ് ഒരു അറ്റ്ലീസ്റ്റ് 1,100 രൂപ വരെ വരികയാണ്, എക്സ്പയറിയുടെ ഒരു ബജറ്റ് ദിവസത്തിൻ്റെ ഒരു ദിവസം മുമ്പ് നോക്കാം. അപ്പോൾ നമുക്ക് ഫുൾ പ്രോഫിറ്റും കിട്ടും. ഇനി ഇത് 1,060 തന്നെ നോക്കാം. നമുക്ക് അറ്റ്ലീസ്റ്റ് ബജറ്റിൻ്റെ ഒരു ദിവസം മുമ്പ് നോക്കാം. 1,060, അപ്പോൾ 59,000 കുഴപ്പമില്ല. നോക്കിക്കഴിയുമ്പോൾ 9,212 രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സ് ലോസ് അറിയാം 4,041, മാക്സിമം പ്രോഫിറ്റ് അറിയാം. ഇത് റിസ്ക് റിവാർഡ് നോക്കണമെങ്കിൽ 1:3 ആണ് റിസ്ക് റിവാർഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതൊരു നല്ലൊരു ഇതാണ്. അതായത് ടാറ്റ മോട്ടേഴ്സ് 1220 CE ബൈ ചെയ്യുക, ടാറ്റ മോട്ടേഴ്സ് 1050 CE സെല്ലടിക്കുക. അങ്ങനെ നമുക്ക് ഇത് ഒരു പേപ്പർ ട്രേഡ് ചെയ്യാം. കാരണം നമ്മൾ പേപ്പർ ട്രേഡിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇതൊക്കെ നോക്കേണ്ടത്. വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പേപ്പർ ട്രേഡിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് വെച്ചാൽ ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അതെടുക്കുക. അവരൊരു 10 ലക്ഷം രൂപ വരെയും അവർ പേപ്പർ മണി ആഡ് ചെയ്യും. ഇതിൽ മാർക്കറ്റ് ടൈമിൽ ഇത് വർക്കാവുള്ളൂ. ടാറ്റ മോട്ടേഴ്സ് എടുക്കുക, ടാറ്റ മോട്ടേഴ്സ് 1020. അപ്പോൾ ഈ CE ഇങ്ങനെ സെലക്ട് ചെയ്യുക, ബൈ അടിക്കുക. എൻട്രി പ്രൈസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ 15 രൂപ ഇടുക. പക്ഷേ ഇവിടെ എഴുതി വെച്ചേക്കണുണ്ടോ, ഇത് മാർക്കറ്റ് ടൈമിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ അടിയിൽ ടൈം ഫ്രെയിം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം, ടാർജറ്റ് ഇടാം. ഇത് ഈ ടൈം ഫ്രെയിമിൻ്റെ അവിടെ നമ്മൾ എക്സ്പയറി എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബൈ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ടാറ്റ മോട്ടേഴ്സ് 1050 CE നമ്മൾ സെല്ലടിക്കുക. 1060 അല്ല, സോറി, 10 ടാറ്റ മോട്ടേഴ്സ് 1050. ഈ 1050 CE 8 രൂപ 45 പൈസ ഏതാണ് റേറ്റ് നടക്കുന്നത്, അത് സെല്ലടിക്കുക. അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻ ഐഡിയ നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഇവിടെ ഒന്നും കൂടി കാണിക്കാം. ഇന്നത്തെ ഓപ്ഷൻ ഐഡിയ ടാറ്റ മോട്ടേഴ്സാണ്.
അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു ഓപ്ഷൻ ഐഡിയ പേപ്പർ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഓപ്ഷൻ ബയ്യിങ് ഐഡിയകൾ, സ്ട്രാറ്റജിക് ഐഡിയകൾ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു വെരി മച്ച്.